ചേവായൂരിൽ കോൺഗ്രസിന് തിരിച്ചടി. ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിലെ വിജയിച്ചവരെ അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി തള്ളി. നയപരമായ തീരുമാനമെടുക്കുന്നത് വിലക്കാനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. വിവരങ്ങളുമായി ഇപ്പോൾ സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. സാലി, നമുക്കറിയാം ചേവായൂർ സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നടത്തിയ വലിയ അട്ടിമറികൾ, വലിയ അക്രമങ്ങൾ അടക്കം കണ്ടതാണ്. ഇപ്പോൾ ഹൈക്കോടതി തന്നെ വലിയ തിരിച്ചടി കോൺഗ്രസിന് നൽകിയിരിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അയോഗ്യരാക്കാനാകില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കും. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്? അതായത് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട കോൺഗ്രസ് നേതാക്കളായ 11 പേർ, ഭരണസമിതിയിലേക്ക് മത്സരിച്ച് പരാജയപ്പെട്ട 11 പേരാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അവരുടെ ആവശ്യം തെരഞ്ഞെടുപ്പ് റദ്ദാക്കണം, ഈ തെരഞ്ഞെടുക്കപ്പെട്ടവരെ അയോഗ്യരാക്കണം, നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ നിന്ന് അവരെ വിലക്കണം, അങ്ങനെ കുറേ ആവശ്യങ്ങളുണ്ടായിരുന്നു. ആ ആവശ്യങ്ങളിൽ മേലൊരു ഇടക്കാല ഉത്തരവ് അടിയന്തരമായി പുറപ്പെടുവിക്കണം. ഇതായിരുന്നു പ്രൈമായിട്ടുള്ളൊരു പ്രയർ. ആ ആവശ്യം കോടതി നിരസിച്ചു. ഇങ്ങനെ പെട്ടെന്നൊന്നും ഇതിലിടപെടാനോ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനോ കോടതിക്കാവില്ല എന്ന് ജസ്റ്റിസ് നഗരേഷ് വ്യക്തമാക്കി. ഇവരുടെ ആവശ്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇവരെ അയോഗ്യരാക്കണം എന്നുള്ളതാണ്. അത് അയോഗ്യരാക്കാനാവില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. ഒപ്പം ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നായിരുന്നു, അതും റദ്ദാക്കാൻ കോടതി തയ്യാറായില്ല. ഏതായാലും എതിർകക്ഷികൾക്കെല്ലാം നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇതിൽ വാദം കേൾക്കാൻ സാധ്യതയുണ്ട്. ഇനി അല്ലെങ്കിൽ ഈ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇടപെടാത്ത സാഹചര്യത്തിൽ എതിർകക്ഷികൾ ഹർജിക്കാർ വീണ്ടും ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഏതായാലും ഒരു വലിയ തിരിച്ചടിയാണ് കോൺഗ്രസ് ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, ഈ മാസം 16 നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്നാണ് അവിടെ മത്സരിച്ചത്. ആ പക്ഷം തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടുകയും ചെയ്തു. എന്നാൽ ഔദ്യോഗിക പക്ഷം കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം എതിർപക്ഷമായി മത്സരിക്കുകയും ചെയ്തു. അങ്ങനെ അവർ പരാജയപ്പെടുകയും ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് മത്സരിച്ച കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം, നിലവിലുണ്ടായിരുന്ന ഭരണസമിതിയിലെ കുറേ ആളുകൾ ചേർന്ന ആ വിഭാഗം തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഈ ഹർജിക്കാർ പ്രധാനമായും കോടതിയിൽ പറഞ്ഞ കാര്യം, ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുകയായിരുന്നു, കുറേ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല, വ്യാപകമായ അക്രമം നടന്നു, തെരഞ്ഞെടുപ്പിന് പോലീസ് പ്രൊട്ടക്ഷൻ നൽകണമെന്ന് ഹൈക്കോടതി പറഞ്ഞിരുന്നു. ആ ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കിയില്ല. അങ്ങനെ കുറേ കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ അതൊന്നും കോടതി പരിഗണിച്ചില്ല. അവരെ അയോഗ്യരാക്കണമെന്ന ആവശ്യവും പരിഗണിച്ചില്ല. ഇവർ ചുമതലയേൽക്കുന്നത് തടയണമെന്ന ആവശ്യവും പരിഗണിച്ചില്ല. ഏതായാലും ഹർജി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിൽ വേണമെങ്കിൽ വാദം കേൾക്കാം എന്നുള്ളതാണ് കോടതിയുടെ നിലപാട്. ജസ്റ്റിസ് നഗരേഷാണ് കേസ് പരിഗണിച്ചത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഔദ്യോഗിക പക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. പെട്ടെന്നൊരു ഇടക്കാല ഉത്തരവ് നേടി ആ ഭരണസമിതിയെ പുറത്താക്കാം, അങ്ങനെ ഒരു സംവിധാനം ഒരുക്കാം, വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുക എന്നൊക്കെയാണ് കോൺഗ്രസ് കരുതിയത്. പക്ഷേ കോടതി ഇടപെടാത്ത പശ്ചാത്തലത്തിൽ വലിയ തിരിച്ചടിയാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഔദ്യോഗിക പക്ഷത്തിന് ചേവായൂരിൽ സംഭവിച്ചിരിക്കുന്നത്. സലി, നമുക്കറിയാം, നേരത്തെ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്തുണ്ടായിരുന്ന അഴിമതികൾ, അതിനെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് നിരവധി ആളുകൾ കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് മത്സരിക്കുകയും ചെയ്തത്. അന്ന് മത്സരിച്ചവർക്കെതിരെ കെ സുധാകരൻ അടക്കം പരസ്യമായി ഭീഷണിപ്പെടുത്തുന്നതും കണ്ടതാണ്. അത് ആരൊക്കെയാണ് ചേവായൂരിൽ ഇടതുപക്ഷത്തിനൊപ്പം ചേർന്നത്, അവരെ ജീവനോടെ ഉണ്ടാകില്ല എന്ന അർത്ഥത്തിൽ ഭീഷണി മുഴക്കുന്ന സുധാകരനെയും കണ്ടു. ഒരേ സമയം തന്നെ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് ഈ അക്രമ സ്വഭാവത്തിന് കെ സുധാകരൻ അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വത്തിനാണ്. കാരണം കെ സുധാകരൻ നേരിട്ടാണ് അവിടെ ഇടപെടുകയും ചെയ്തത്. സാലി, അതായത് അവിടെ ഒരു കോൺഗ്രസിലൊരു വിഭാഗം ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് മത്സരിച്ച് വിജയിച്ചു. പക്ഷേ തെരഞ്ഞെടുപ്പ് തന്നെ അട്ടിമറിക്കാനുള്ളൊരു ശ്രമം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക പക്ഷത്തു നിന്നുണ്ടായി. വ്യാപകമായ അക്രമം സംഘടിപ്പിച്ചു എന്നൊക്കെ പരാതി വന്നു. പക്ഷേ ഈ അക്രമം സംഘടിപ്പിച്ചതിന് ശേഷം ഇവർ അതേ കാര്യം പറഞ്ഞ് കോടതിയിലെത്തുകയാണ് ഉണ്ടായത്. തെരഞ്ഞെടുപ്പിൽ അക്രമം നടന്നു, കുറേ ആളുകൾക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല തുടങ്ങിയ കുറേ കാര്യങ്ങളാണ് കോടതി പറഞ്ഞത്. പക്ഷേ കോടതി അതൊന്നും മുഖവിലക്കെടുത്തില്ല. ഇപ്പോൾ കെ സുധാകരൻ അടക്കമുള്ളവർ അവിടെ ക്യാമ്പ് ചെയ്ത് തന്നെ അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്നൊരു ആക്ഷേപം, പൊളിറ്റിക്കൽ ആക്ഷേപം നേരത്തെ ഉണ്ടായതാണ്. അപ്പോൾ ഈ പരാജയം, ഇന്ന് ഹൈക്കോടതിയിൽ നിന്നുണ്ടായ പരാജയം, ആ ഹർജി കൊടുത്ത 11 പേരുടെ മാത്രമല്ല, കോൺഗ്രസിൻ്റെ സംസ്ഥാന ലീഡർഷിപ്പിൻ്റെയും കെ സുധാകരൻ്റെയും കൂടി പരാജയമാണ് എന്ന തരത്തിലേക്ക് വരുന്നുണ്ട്. കാര്യം, കെ സുധാകരൻ നേരിട്ട് വ്യക്തിപരമായ താല്പര്യമെടുത്ത തെരഞ്ഞെടുപ്പിൽ ഇടപെടാനും സ്ഥാനാർത്ഥികളെ നിർത്താനും അവിടെ മറ്റു ചില അതിക്രമങ്ങൾ കാണിക്കാനും ഒക്കെ നേരിട്ട് ഇടപെട്ടു എന്നൊരാക്ഷേപം ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇന്നത്തെ ഹൈക്കോടതിയുടെ നിലപാട് പ്രസക്തമാകുന്നത്. ഏതായാലും ഹർജി ഫയൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് കൂടുതൽ വാദം കേൾക്കണമെങ്കിൽ കേൾക്കാം എന്നുള്ളൊരു നിലപാടാണ് കോടതി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി എന്താണ് ഹർജിക്കാരുടെ നിലപാടെന്നറിയില്ല. അവർക്ക് വേണമെങ്കിൽ ഈ ഹൈക്കോടതിയിലെ ഈ പെട്ടെന്നുള്ള ഏറ്റവും അത്യാവശ്യമുള്ള പ്രയർ റദ്ദാക്കണമെന്നുള്ളായിരുന്നു. അത് കേൾക്കാത്ത സാഹചര്യത്തിൽ അവർ വേണമെങ്കിൽ ഡിവിഷൻ ബെഞ്ചിൽ പോകുമായിരിക്കും. ഏതായാലും ഇപ്പോൾ സിംഗിൾ ബെഞ്ചിൽ നിന്നുണ്ടായിരിക്കുന്നത് വലിയ തിരിച്ചടി തന്നെയാണ്. അത് ഹർജിക്കാർക്ക് മാത്രമല്ല കെ സുധാകരനും ബാധകമായ തിരിച്ചടിയാണ് എന്ന് പറയേണ്ടി വരും. ശരി, സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയെ അയോഗ്യരാക്കാനാകില്ലെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്.